ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രേവതിക്ക് പനിയാണല്ലോ. സച്ച് നിർബന്ധിച്ച് രേവതിയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ട് കാണിക്കുന്നത് പിന്നെ സച്ച് പറയുന്നത്, ഡോക്ടർ പറഞ്ഞതൊക്കെ കേട്ടല്ലോ രേവതി, 3 ദിവസം നല്ലോണം റെസ്റ്റ് എടുക്കണം, വെറുതെ ഇനി വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് പാത്രം കഴുകണം, അലക്കണം, തുണി തിരുമ്മണം, പാചകം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇരുന്ന് പണിയൊന്നും ചെയ്യാൻ നിൽക്കരുതെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അപ്പം പിന്നെ വീട്ടിലെ പണി ആരെടുക്കും സച്ച് ചേട്ടാ? അപ്പോൾ തന്നെ സച്ച് പറയും, എല്ലാവർക്കും കയ്യും കാലൊക്കെ ഉണ്ടല്ലോ, അവരവരുടെ പാത്രങ്ങൾ അവരവരെന്നെ കഴുകി വെക്കട്ടെ, അവരവർക്ക് വേണ്ടത് അവരവരെന്നെ ചെയ്യട്ടെ. നിനക്കിനി അസുഖങ്ങളെങ്ങാനും കൂടിക്കഴിഞ്ഞാൽ നിന്നെ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, ഓട്ടോ ഓടാണ്ട് ഞാൻ പിന്നെ നിൻ്റെ കൂടെ തന്നെ നിൽക്കേണ്ടി വരുമെന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, അതൊന്നും സാരമില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല സച്ചിയേട്ടാ, ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും, സച്ചിയേട്ടൻ ടെൻഷൻ അടിക്കണ്ടെന്ന് പറയുമ്പോൾ സച്ചി പറയും, ദേ രേവതി, മര്യാദക്ക് 3 ദിവസം ഈ ഗുളിക കഴിച്ച് നീ നല്ലോണം റെസ്റ്റ് എടുത്തോ, ഒരു നേരം കഴിച്ച് ഉഷാറായി എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് കളയാൻ നിൽക്കരുതെന്നൊക്കെ പറഞ്ഞ് സച്ചി രേവതിയെ ചീത്ത പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുപോവുകയാണ് വീട്ടിലോട്ട്. ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും ഒരു ആംബുലൻസ് ഇങ്ങനെ സ്പീഡിൽ വരുവാണേ. അപ്പോൾ സച്ചിൻ രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട്. ആംബുലൻസ് തുറന്ന് പുറത്തിറങ്ങുന്നത് ആരാ? നമ്മുടെ ശ്രുതിയുടെ അമ്മ. അപ്പോൾ രേവതി പറയും, ദേ നോക്കി സച്ചിയേട്ടാ, അത് നമ്മുടെ ശ്രുതിയുടെ അമ്മയല്ലേ? അയ്യോ ആദ്യം ഉണ്ടല്ലോ, ആദ്യക്ക് എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് രേവതി ആംബുലൻസിൻ്റെ അടുത്തോട്ട് ഓടുവാണേ. എന്നിട്ട് അമ്മയാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ രേവതി ചോദിക്കും, അമ്മ എന്ത് പറ്റി, ആദ്യക്ക് എന്ത് പറ്റിയതാന്നൊക്കെ പറയുമ്പോഴേക്കും മോള് രേവതി, ആദ്യം കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, അപ്പോൾ പെട്ടെന്ന് ഒരു വണ്ടി വന്ന് ഇടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ കരയുവാണേ. രേവതിക്കും ഭയങ്കര ടെൻഷനാവും, കാരണം രേവതിക്ക് ആദ്യം ഭയങ്കര ഇഷ്ടമാണല്ലോ. എന്നിട്ട് വേഗം ആദ്യം സ്ട്രെച്ചറിൽ കിടത്തി ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് ചോദിക്കും, എന്താ ആക്സിഡൻറ്റ് കേസാണോ? അപ്പോൾ പറയും, അതേ ഡോക്ടർ, ഞങ്ങൾ അടുത്തുള്ള സ്ഥലത്തുനിന്ന് വരുക, അവിടെ കാണിച്ചു, അവിടുത്തെ ഡോക്ടർ അപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. രേവതിക്കും സച്ചി അവരുടെ കൂടെ തന്നെ നിന്ന് അവരെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ മറ്റേ ഹോസ്പിറ്റലിലെ റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഈ ഇടിച്ചത് നെർവ്സിന് എന്തോരം ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നോക്കണം, ഓപ്പറേഷൻ വേണ്ടി വരുമെന്നൊക്കെ നോക്കണം, സിസ്റ്റർ ഇവന് വേഗം ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ആദ്യം അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണേ. എന്നിട്ട് അമ്മയോട് പുറത്ത് തന്നെ നിൽക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി രേവതിയൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട്, ആദ്യമൊന്നും പറ്റില്ല അമ്മേ, അമ്മ ഇവിടെ വന്നിരിക്കുമെന്ന് പറയുമ്പോഴേക്കും സച്ചി ചോദിക്കും, ഏത് വണ്ടിയാണ് ഇടിച്ചാൽ അത് വല്ലതും അറിയാവോ അമ്മക്കെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും, ഇല്ല മോനെ, ഞാനത് കണ്ടില്ല, എനിക്ക് ഓർത്തിട്ട് പേടിയാവുന്നു, ഞാൻ എൻ്റെ മോനെ വേണ്ടിയിട്ട് ജീവിക്കുന്നത് തന്നെ, അവൻ എന്തെങ്കിലും ആയാൽ ഞാൻ ഇനി ജീവനോടെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ പൊട്ടിക്കരയുവാണേ. അപ്പോൾ രേവതി അവിടെ നിന്ന് ഒരുപാട് സമാധാനിപ്പിക്കാൻ നോക്കിയിട്ട് അമ്മ സമാധാനിക്കുന്നില്ല, കാരണം കുട്ടികൾക്ക് എന്തെങ്കിലും ആയാൽ അറിയാലോ, അമ്മമാർക്ക് സങ്കടമായിരിക്കുമല്ലോ. അമ്മ ഇങ്ങനെ മനസ്സിൽ ഓർക്കുവാണ്, ശ്രുതിയെ വിളിച്ചിട്ടാണെങ്കിൽ കോളും പോകുന്നില്ലല്ലോ, ഇവരിങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ ഇനി എങ്ങനെ അവളെ വിളിച്ച് വിവരം പറയും എന്നൊക്കെ പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാതെ, ഓപ്പറേഷൻ കഴിയുന്നത് വരെ ഞങ്ങളിവിടെ കൂടെ തന്നെ ഉണ്ടാവും, രേവതി നീ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് രേവതിയെ ഇരുത്തുവാണ്. അപ്പോൾ തന്നെ അമ്മ ചോദിക്കും, മോൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ രേവതി കാര്യം പറയുന്നുണ്ട്, എനിക്ക് പനിയായിരുന്നു, ഡ്രിപ്പിട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുന്ന ടൈമിൽ അമ്മയൊക്കെ വരുന്ന കണ്ടേന്നൊക്കെ പറയുന്നുണ്ട് രേവതി. പിന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ കടയാണ്. അവിടെ ശ്രുതിയും ക്ലയൻസിനെയൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രുതിയുടെ ഫോൺ അടിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നിൻ്റെ ഫോൺ കുറേ നേരമായി ബെല്ലടിക്കുന്നു, എന്തോ ഒരു സ്പെല്ലിങ്, ഒരു ആൽഫബറ്റ് മാത്രമല്ലോ ഇത് എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ടെൻഷനാവുകയെ. ശ്രുതി കണ്ടല്ലോ. ശ്രുതി അപ്പോൾ ഇതെൻ്റെ ഒരു ക്ലയൻറ്റാണ് ശ്രുതി, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഫോണും കൊണ്ട് മാറി നിന്ന് സംസാരിക്കുവാണ് ശ്രുതി. എന്നിട്ട് ഫോൺ എടുത്തിട്ട് ശ്രുതി ആദ്യം തന്നെ അമ്മയെ ചീത്ത പറയുവാണ്, അമ്മേ ഞാനിങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ, ഇവിടെ ശ്രുതിയുണ്ട്, അദ്ദേഹം കണ്ടു അതിന് എന്താകുമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അമ്മ മോളെ ശ്രുതി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുവാണ്. അമ്മയുടെ കരച്ചിൽ കേൾക്കുമ്പോഴേക്കും ശ്രുതി ചോദിക്കും, എന്തു പറ്റി അമ്മയെന്ന് ചോദിക്കുമ്പോഴേക്കും ആദ്യക്ക് ആക്സിഡൻറ്റ് പറ്റി മോളെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുവാണ്. അപ്പോഴേക്കും ശ്രുതി, ആക്സിഡൻറ്റോ? പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, പെട്ടെന്നൊരു വണ്ടി വന്ന് അവൻ ഇടിച്ചിട്ടും പോയി, കണ്ണിനാണ് അടി പറ്റിയിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുവേ, അമ്മ എന്താ അമ്മ, അമ്മക്ക് കൊച്ചിനെ നോക്കാൻ പോലും വയ്യേ, അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല അവനെ ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുകയാണ്. എന്തൊക്കെയായാലും അമ്മയല്ലേ, എത്രയൊക്കെ മാറ്റി നിർത്തിയാലും കുഞ്ഞിനെ വേദനപ്പെട്ടു എന്ന് പറഞ്ഞാൽ അമ്മക്കും വിഷമമാവുമല്ലോ. അപ്പോഴേക്കും അമ്മ പറയും, ഞാൻ കണ്ടില്ല മോളെ, എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കരയുവാണ് ഇങ്ങനെ ഇരുന്ന്. ഏത് ഹോസ്പിറ്റലിലാണെന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, നാട്ടിലാണ് കാണിച്ചത്, പക്ഷേ അവർ ഇങ്ങോട്ടേക്ക് മാറ്റാൻ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ഹോസ്പിറ്റലിലുണ്ട് മോളെ, അന്ന് അഡ്മിറ്റ് ആയില്ലേ ആ ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, ഇവിടെയോ? ഞാൻ ഉടനെ തന്നെ വരാമെന്ന് പറയുവാണ്. അപ്പോഴേക്കും അമ്മ പറയും, മോളെ ഇപ്പോൾ വരല്ലേ, ഇവിടെ രേവതിയും സച്ചിയൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, അവരെന്താ അവിടെ, അമ്മ വിളിച്ചു പറഞ്ഞു അവരെന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ പറയും, ഞാൻ വിളിച്ചതല്ല, രേവതിക്ക് എന്തോ സുഖമില്ല, അവർ കാണിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും ഞങ്ങളെ കണ്ടു, അങ്ങനെ നിൽക്കുവാന്നൊക്കെ അമ്മ പറയുന്നുണ്ട് ശ്രുതിയോട്.
എനിക്കിപ്പോൾ തന്നെ ആദ്യം കാണണമെന്ന് പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, സച്ചി രേവതി ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും ഞാൻ നിന്നെ വിളിക്കാം, അപ്പം വാ എന്ന് പറയുവാണേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആ ശരി അമ്മ, എന്നെ വിളിച്ച് വിവരം പറ എന്നൊക്കെ പറയുന്നുണ്ട്. ഫോൺ കട്ട് ചെയ്യുമ്പോഴും ശ്രുതി ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി വിചാരിക്കുന്നുണ്ട്, ഈ സമയത്ത് ഞാൻ എൻ്റെ മോൻ്റെ കൂടെ പോകേണ്ടത്, അവൻ ഏത് അവസ്ഥയിലാണെന്ന് അറിയാണ്ട് ഞാൻ എങ്ങനെ ഇവിടെ സമാധാനത്തോടെ നിൽക്കും, എനിക്ക് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ, എന്തും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് ഇങ്ങനെ ശ്രുതി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് വിളിക്കുന്നുണ്ടേ. ഒരു കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യുമായിരുന്നു ശ്രുതി. അപ്പോൾ പറയും, ശ്രുതി ഇങ്ങോട്ട് വന്നേ, ഈ കെറ്റിലിനെ പറ്റി ഒന്ന് പറഞ്ഞേന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി പറയും, കെറ്റിലിനെ പറ്റി. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, എത്ര രൂപ ഇതിനെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും 1000 റുപ്പീസാണ്, നല്ല കെറ്റിലാണെന്നൊക്കെ ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, സാറ് നോക്കിയ ഫ്രിഡ്ജ് മേടിക്കുവാണെങ്കിൽ ഈ കെറ്റിൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് തരാമെന്ന് പറയുവാണ്. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ശ്രുതിയെ നോക്കുവേ. അപ്പോഴേക്കും അയാൾ, ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ കെറ്റിൽ, അത്ര നല്ല കെറ്റിൽ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് അറിയുമ്പോഴേക്കും അയാൾ ആ കെറ്റിൽ സൂക്ഷിച്ച് നോക്കുവാണ്. അപ്പോൾ ശ്രുതിയെ മാറ്റി നിർത്തി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി ഇങ്ങനെ കെറ്റിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, അപ്പോഴല്ലേ അത്രയും കോസ്റ്റ്ലി ആയിട്ട് അദ്ദേഹം ഒരു ഫ്രിഡ്ജ് നോക്കിയിട്ടുണ്ടായിരുന്നു, ഇത് ഫ്രീ കിട്ടുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉറപ്പായിട്ട് ആ ഫ്രിഡ്ജ് എടുക്കും, ഇതൊക്കെ ഒരു ബിസിനസ് സ്ട്രാറ്റജിയാണ് ശ്രുതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താ കൊള്ളില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, നല്ല ഐഡിയ, എനിക്കൊരു കാര്യം ശ്രുതിയോട് പറയാനുണ്ടെന്ന് പറയുവാണേ ശ്രുതി. എന്നിട്ട് പറയും, ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ മാത്രം നോക്കി നിന്നാൽ നമ്മുടെ ബിസിനസ് ഒന്നും മുന്നോട്ട് പോകില്ല ശ്രുതി, നമുക്ക് പുറത്തിറങ്ങി ഹോട്ടൽസ്, അതുപോലെ തന്നെ വലിയ വലിയ കമ്പനീസ്, അവിടെയൊക്കെ പോയിട്ട് കുറച്ച് കെറ്റിൽസ് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറയുവാണേ. അപ്പോൾ ശ്രുതി പറയും, കെറ്റിൽസ് ഫ്രീ ആയിട്ട് കൊടുക്കാനോ, അത് നമ്മളിവിടെ സെയിൽ ചെയ്യണ സാധനമല്ലേ. അപ്പോൾ ശ്രുതി പറയും, സെയിലിംഗ് ആണെങ്കിലും അത് കെറ്റിൽസ് ചില പ്രോഡക്റ്റിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമല്ലേ, അത് നമുക്കപ്പോൾ ഇങ്ങനെ ഒരു കോംപ്ലിമെൻ്ററി പ്രോഡക്റ്റ് ആയിട്ട് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി കൊടുക്കാം, അങ്ങനെ കൊടുത്താലേ അവിടുത്തെ വലിയ വലിയ ഓർഡറുകളൊക്കെ, അവർക്ക് എന്തെങ്കിലും വലിയ വലിയ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അവരപ്പോൾ നമ്മുടെ കടയിൽ വന്ന് പർച്ചേസ് ചെയ്യും, എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുമോ, നമ്മുടെ കമ്പനി നന്നാവോ, അത് കെറ്റിൽ ഫ്രീ ആയിട്ട് കൊടുത്തതിനാൽ നമുക്ക് ലാഭം ഉണ്ടാവുമെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഉണ്ടാവും ശ്രുതി, അവരപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒരു സാധനം കൊടുത്തതിന് അവരെന്തായാലും നമ്മുടെ ഷോപ്പിലോട്ട് വലിയ വലിയ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വരത്തുള്ളൂ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഐഡിയ ഒക്കെ കൊള്ളാം, നമുക്കന്നാൽ നാളെ ഇറങ്ങാം അതിന് വേണ്ടി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, ഇല്ല ഞാൻ ഇപ്പം തന്നെ ഇറങ്ങുവാണ് ഇതിന് വേണ്ടിയിട്ട്, അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുവാണ്. ശരിക്കും ശ്രുതിക്ക് മോനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ് അത്, അതും പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി ആദ്യം കാണാമല്ലോ ആ പേരും പറഞ്ഞ് കെറ്റിൽസും കൊണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്തൊരു ബുദ്ധിയാണ് ശ്രുതി നിനക്ക്, എനിക്ക് നിൻ്റെ കയ്യിൽ നിന്ന് ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് ശ്രുതി അങ്ങനെ പൊക്കുവാണ്. പക്ഷേ ശ്രുതിയുടെ ഈ ഐഡിയ എന്തിനാണെന്ന് നമുക്കെല്ലാം അറിയുള്ളൂ. ശ്രുതി എന്നിട്ട് ഷോപ്പിൻ്റെ കാർഡും ഒപ്പം ശ്രുതിക്ക് കൊടുത്തു വിടുന്നുണ്ട്, അവർക്ക് ഇതൊക്കെ കാർഡൊക്കെ കൊടുക്കുക, അപ്പോഴേ നമ്മുടെ ഷോപ്പ് ഓർമ്മയുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു വിടുവാണ്. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഡോക്ടർ പുറത്തിറങ്ങുമ്പോഴേക്കും അമ്മ ഓടിപ്പോയി ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഡോക്ടറെ ആദിക്കെന്ന് ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ പറയും, ഇനി പേടിക്കാനൊന്നുമില്ല, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, ഐബോൾസിന് അടി പറ്റാത്തതുകൊണ്ട് തന്നെ കാഴ്ചക്കൊരു കുഴപ്പം ഉണ്ടാവില്ല, 2 ദിവസത്തിനുള്ളിൽ നമുക്ക് കെട്ടഴിക്കാം, കറക്റ്റ് സമയത്ത് എത്തിച്ചുകൊണ്ട് നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു എന്നൊക്കെ പറയുവാണെങ്കിൽ അതുകൊണ്ട് കാഴ്ചക്കൊന്നും പറ്റില്ല എന്നും ഡോക്ടർ പറയുന്നുണ്ട്. അപ്പോഴാണ് അമ്മക്കൊന്ന് സമാധാനം ആവുന്നത്. എന്നിട്ട് ഡോക്ടർ പറയും, ഡിസ്ചാർജ് ആവുന്ന കാര്യം ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പോകുവാണേ. അപ്പോഴേക്കും രേവതി പിന്നെ അമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട്, അമ്മ ഇനി വിഷമിക്കണ്ട, ഡോക്ടർ പറഞ്ഞില്ലേ ഇനി കുഴപ്പമൊന്നുമില്ല എന്ന്. അപ്പോഴേക്കും അമ്മ പറയും, നല്ല കാര്യം മക്കളെ, ഞാൻ വല്ലാതെ പേടിച്ചിരിക്കുമായിരുന്നു, നിങ്ങളും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്താനായിരുന്നു, നിങ്ങളെ ദൈവമായിട്ടാണ് ഇങ്ങോട്ടേക്ക് അയച്ചത്, അതുകൊണ്ട് എനിക്ക് എത്രയെങ്കിലും സമാധാനം കിട്ടി, തന്നെ ആശ്വസിപ്പിക്കാൻ ഒരാളുണ്ടായി എന്നൊക്കെ പറഞ്ഞ് അമ്മ അവരോട് പറയുവാണേ. എന്നിട്ട് പറയുന്നുണ്ട്, മോൾക്കും സുഖമില്ലാത്തല്ലേ, മോളെ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, വേണ്ടമ്മ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, നിക്കമ്മേ, ഡോക്ടർ ഇനി എപ്പോഴാണ് ഡിസ്ചാർജ് ആവുന്നതെന്നൊക്കെ പറയട്ടെ, അത് നോക്കിയിട്ടൊക്കെ ഞങ്ങൾ പൊക്കോളാം എന്ന് പറയുവാണ്. സത്യത്തിൽ അമ്മ രേവതിയും സച്ചി എങ്ങനെയെങ്കിലും പറഞ്ഞുവിടാൻ നോക്കുവാണ്, എന്നാലല്ലേ ശ്രുതിക്ക് അങ്ങോട്ടേക്ക് വന്ന് മോനെ കാണാനൊക്കെ സാധിക്കത്തുള്ളൂ. എന്നിട്ട് ശ്രുതി ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അവിടുത്തെ സിസ്റ്റർമാരോട് മാനേജറെ കാണണമെന്ന് പറയുവാണ്. എന്നിട്ട് ശ്രുതി മാനേജറിൻ്റെ മുറിയിലോട്ട് പോയിട്ട് മാനേജറിനോട് സംസാരിക്കുന്നുണ്ട്, സാർ ഇത് ഞാൻ ചന്ദ്ര ഹോം അപ്ലയൻസിൽ നിന്നും വരുവാണേ, ഞാൻ കുറച്ച് കെറ്റിൽസ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് ഞാൻ നിങ്ങളുടെ ഹോസ്പിറ്റലിന് വേണ്ടി ഒരു കോംപ്ലിമെൻ്ററി പ്രോഡക്റ്റായിട്ട് തരുവാണെന്നൊക്കെ പറയുമ്പോഴേക്കും അയാൾ ചോദിക്കുന്നുണ്ട്, അല്ല ഇതെന്തിനാ, അല്ല അപ്പോഴാണ് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് സാർ, ഇനി നിങ്ങളുടെ ഹോസ്പിറ്റലിൽ എന്ത് ആവശ്യമുള്ള സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് വേണം പർച്ചേസ് ചെയ്യാൻ, ഞങ്ങളുടെ ഷോപ്പ് ഒരു പുതിയ ഷോപ്പാണ് തുടങ്ങിയുള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ തരുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും അദ്ദേഹം പറയും, ഞാൻ ഏതായാലും MD-യോടൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, ഇപ്പോൾ തന്നെ ഞാൻ എല്ലാ വാർഡിലും ഞാൻ തന്നെ ഇത് കൊണ്ടേ കൊടുക്കാം എന്നൊക്കെ പറയുമ്പോഴേക്കും മാനേജർ ഒരു സിസ്റ്ററേയും കൂടെ വിടുവാണ്. എന്നിട്ട് പറയും, ഇവർ പറയുന്ന വാർഡിലോട്ടൊക്കെ കൊണ്ടുപോകാം, അവർ ഈ കെറ്റിൽസൊക്കെ ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ആ സിസ്റ്ററിൻ്റെ കൂടെ വിടുവാണേ.
ശ്രുതി പറയും പിള്ളേരുടെ വാർഡ് എവിടെയാണ്, ഞാൻ അവിടെ ആദ്യം കൊടുക്കട്ടെ എന്നൊക്കെ പറയുവാണേ. അപ്പോഴേക്കും സിസ്റ്റർ ശ്രുതിയും കൂട്ടി പിള്ളേരുടെ വാർഡിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ശ്രുതി എളുപ്പം ഡോറൊക്കെ തുറന്ന് നോക്കുവാണ്. ആദി അവിടെ ഉണ്ടെന്നുള്ളൊരു സന്തോഷം ഉദ്ദേശത്തിലാണ് ശ്രുതി അത്രയും ഇതിൽ വാതിൽ തുറക്കുന്നത്, ക്യൂരിയോസിറ്റിയിൽ. പക്ഷേ ശ്രുതി നോക്കുന്ന വാർഡിലൊന്നും ആദിയെ കാണുന്നില്ലേ. പിന്നീട് വേറൊരു വാർഡിലോട്ട് പോകും. അവിടെ പോകുമ്പോഴും ആദിയൊന്നും കാണുന്നില്ല. ശ്രുതി അവിടെയൊക്കെ കെറ്റിൽസൊക്കെ വെച്ച് ഭയങ്കര നിരാശയോടെ വരുവാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇനി എവിടെയാണ് സിസ്റ്ററെ വാർഡുള്ളത് കുട്ടികളുടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇതും കുട്ടികളുടെ വാർഡാന്ന് പറഞ്ഞിട്ട് ഒരു വാർഡും കൂടി കാണിക്കുന്നുണ്ട്. ശ്രുതി അപ്പം അങ്ങോട്ടേക്ക് ഓടിപ്പോകുവാണ്. അവിടെയെങ്കിലും തൻ്റെ മോൻ ആദ്യം ഉണ്ടാവുമോ എന്ന് ഓർത്തിട്ട്. ശ്രുതി ഡോറ് തുറന്ന് അകത്ത് കയറുമ്പോഴേക്കും സച്ചിൻ രേവതി അവിടെ നിന്നും പുറത്തോട്ട് വരുവാണേ. ഇവരെ കണ്ടതും ശ്രുതിയെ കണ്ടതും സച്ചിൻ രേവതി ഇങ്ങനെ നെട്ടി നിൽക്കുവാണ്. ശ്രുതിയും നെട്ടി നിൽക്കുന്നുണ്ട്. സച്ചി രേവതിയോട് പയ്യെ ചോദിക്കുന്നുണ്ട്, ഇവളെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി ചോദിക്കും, ശ്രുതി എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, ഞാനൊരു ജോലിയുടെ കാര്യത്തിന് വേണ്ടി വന്നതാ, നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും, ഞാൻ പനിയായിരുന്നില്ലേ, അപ്പോൾ പനി കാണിക്കാൻ വേണ്ടി വന്നതാ, അപ്പോഴാണ് നമുക്ക് പരിചയമുള്ള ഒരു കൊച്ചി ഇവിടെ അഡ്മിറ്റ് ആണെന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഭയങ്കര ടെൻഷനിൽ ചോദിക്കുവേ, എങ്ങനെയുണ്ട് ഇപ്പം അവനാന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും, അല്ല ഈ പാർലറേട്ടത്തി എന്തിനാ ഇത്രയും ടെൻഷൻ ആവുന്നത്, നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ആണോ, ആരാ ഏതാന്നൊക്കെ അറിയാണ്ട് ഇങ്ങനെ ഇത്രയും ടെൻഷൻ ആവേണ്ട കാര്യം എന്താണെന്ന് സച്ചി ഭയങ്കര സംശയത്തിൽ ചോദിക്കുവാണേ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ നെട്ടി നിൽക്കുവാണ്. അത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ചെമ്പന്നൂർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.